ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തികൾ, അതായത് അധികം സംസാരിക്കാത്ത ആളുകൾ, ഇവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണോ അതോ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അതായത് ഈ വ്യക്തികളുടെ സ്നേഹം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ, ഈ ആളുകൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 സൈൻ ഉണ്ട്. ഈ 5 സൈനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമതായിട്ട് വരുന്നത്, നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി അധികം ഒന്നും സംസാരിക്കത്തില്ല. എന്നാലും ആ ഒരു ആള് നിങ്ങളോട് ചോദിക്കും, നീ വല്ലപ്പോഴും ഒക്കെ എന്നെ കുറിച്ചിട്ട് ഓർക്കാറുണ്ടോ? അല്ലെങ്കിൽ നീ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നീ എന്നെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ടോ, ഓർക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. എന്നാൽ അവരങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കത്തുമില്ല. ഇങ്ങനെ എനിക്കും ചോദിക്കത്തുള്ളൂ, നീ എന്നെ ഓർക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും അവരോട് സ്നേഹമുണ്ടോ? ഇതറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് അധികം സംസാരിക്കാത്ത വ്യക്തികൾ വന്നിട്ട് ഇടയ്ക്ക് ചോദിക്കും, നീ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോണം ആ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളോട് മാത്രമാണോ അതോ ബാക്കിയുള്ള എല്ലാവരോടും ഈ വ്യക്തി ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ വേണം നോക്കി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളെ കാണുമ്പോൾ മാത്രമാണോ ഈ ഒരു വ്യക്തി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, അതോ ബാക്കിയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫാമിലി ഫ്രണ്ട്സ്, കസിൻസ് ഇവരുടെയൊക്കെ എടുത്തും ഈ ഒരു വ്യക്തി ഇങ്ങനെ തന്നെ ആണോ എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി എടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള എല്ലാ വ്യക്തികളോടും ഭയങ്കരമായിട്ട്, അതായത് നിങ്ങളോടൊഴിച്ച് ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രണയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിങ്ങളോട് മിണ്ടാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. മറിച്ച് ബാക്കിയുള്ള എല്ലാവരോടും ഓവറായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളോട് മാത്രമാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് എങ്കിൽ അയാൾക്ക് നിങ്ങളോട് താല്പര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് കൺഫേം ചെയ്യുക. പക്ഷേ എല്ലാവരോടും ഒരേപോലെയാണെങ്കിലോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ആ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ അറിയില്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന്. അവരുടെ ഫാമിലിയിലാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ കസിൻസിൻ്റെ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്തും. ഒരു മാറ്റവും ഇല്ല എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വ്യക്തി ചോദിക്കും, ഞാൻ നിനക്ക് സെറ്റാണോ അതോ ഞാൻ നിനക്ക് ശല്യമാണോ? അപ്പം നിങ്ങൾ വിചാരിക്കും, ഇവനെന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവളെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് അവരെ ഓക്കെ ആണോ എന്നുള്ളൊരു പേടി അവർക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവും. കാരണം അവരങ്ങനെ സംസാരിക്കില്ല, അവർക്ക് മിണ്ടാൻ അറിയില്ല. അങ്ങനെ പബ്ലിക്, അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുക, ഇതൊന്നും അവർക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അതൊക്കെയാണ് വേണ്ടത്. ഇനി എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റില്ലയോ? ഈ കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ശല്യമാണോ, നിനക്ക് ഞാൻ സെറ്റാണോ, നിനക്ക് ഞാൻ ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത് അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളുള്ള ഒരു പ്രണയമുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ലിസൺ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചില വ്യക്തികളുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കും. നമ്മൾ പറയുന്നത് എന്താന്ന് പോലും അവർ കേൾക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞ വ്യക്തികൾ, അതായത് അധികം സംസാരിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് പറയും, ആ പറഞ്ഞോ പറഞ്ഞോ, ഞാൻ ശ്രദ്ധിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ ഒന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങളോട് പറയാൻ പറയുകയും എല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളുള്ള ഒരു പ്രണയം കൊണ്ട് മാത്രമാണ്. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയായിരിക്കും ആദ്യം തന്നെ ഓടി വന്ന് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ. അതായത് നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി ഇങ്ങനെ മിണ്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മാറിയിരിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ സംസാരിക്കില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങളിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വ്യക്തിയായിരിക്കും ആദ്യം തന്നെ ഓടി വന്നിട്ട് നിങ്ങൾക്കുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു തരുന്നത്.
ഇങ്ങനെ നിങ്ങളൊരു ഹെൽപ്പ് പോലും ചോദിക്കാതെ തന്നെ അവർ വന്നിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് നമ്മളോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കാണിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കുന്നില്ല, ഇങ്ങനെ ജോലിയായിട്ട് നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ഉള്ളിൽ നിങ്ങളുടെ സ്നേഹം ഇല്ല എന്നാരും കരുതണ്ട. അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അവർക്ക് അതെങ്ങനെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ പുറത്ത് എങ്ങനെ പെരുമാറണം, ഈ കാര്യങ്ങളൊന്നും അവർക്ക് വലിയ ഐഡിയ ഇല്ല. അതായത് അവർക്ക് അങ്ങനെ പെരുമാറാനൊന്നും അറിയില്ല. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുക, എല്ലാം കാണുക, കേൾക്കുക, ഇതിനോടാണ് താല്പര്യം എന്നും വിചാരിച്ചിട്ട് അവർക്ക് ഉള്ളിൽ സ്നേഹം ഇല്ല എന്ന് ആരും കരുതണ്ട. അവരുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡൗട്ടൊക്കെ ആയിട്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.